പ്രശ്നങ്ങൾ 1000 ഉണ്ടാകും ഒരു കുടുംബമാകുമ്പോൾ. അതൊക്കെ പരിഹരിച്ച് തീർക്കേണ്ടതാണ്. കുടുംബത്തിനപ്പുറത്തേക്ക് ആ വിഷയങ്ങൾ കടന്നു പോകരുത്. DK ശിവകുമാറിന്റെ ഈ ഒരു വാക്കിന് മുന്നിൽ കോൺഗ്രസ് MLA-മാർ തിരിച്ചു വരികയാണ്. 2 പേരാണ് ഇപ്പോൾ രാജി പിൻവലിക്കാൻ തയ്യാറായിട്ടുള്ളത്. ഒന്ന്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള രാമലിംഗ റെഡ്ഡി. മറ്റൊന്ന് MLA MTB നാഗരാജ്. ഈ 2 പേരും രാജി പിൻവലിച്ച് കോൺഗ്രസിന് പിന്തുണ നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് JDS സർക്കാരിന് ഒരു പുതുജീവൻ നൽകുകയാണ്. DK ശിവകുമാറിന്റെ ഒറ്റയാൻ പട്ടാളത്തിന്റെ കരുത്ത് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പോരാട്ട വീര്യം കർണാടക ഒന്നുകൂടി അറിയുകയാണ്. അവസാന നിമിഷം പതനത്തിലേക്ക് കടന്നുപോയ നിമിഷത്തിൽ നിന്നും കരകയറ്റാൻ DK ശിവകുമാറിനെ കൊണ്ട് സാധിക്കുമോ? 2 പേർ തിരിച്ചു വരുന്നു. വലിയ വിജയം തന്നെയാണ്. അതിലെടുത്തു പറയേണ്ടത് രാമലിംഗ റെഡ്ഡിയുടെ കാര്യമാണ്. രാമലിംഗ റെഡ്ഡി നിലവിൽ വിമത MLA-മാരുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. നേരത്തെ മറ്റൊരു പ്രശ്നത്തിന്റെ പേരിലായിരുന്നു അദ്ദേഹം രാജിവെച്ചത്. രാമലിംഗ റെഡ്ഡിക്ക് ബംഗളൂർ വികസന വകുപ്പ് നൽകാമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആ വകുപ്പ് നൽകിയിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള ഒരു പദ്ധതിയായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ മുതിർന്ന നേതാവായ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത്. എന്നാൽ പിന്നീട് DK ശിവകുമാർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് രാമലിംഗ റെഡ്ഡിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്ന് പറയുന്നു. എന്നാൽ ആ വിഷയത്തിൽ രാമലിംഗ റെഡ്ഡി പ്രതികരിക്കാതെ പറയുന്നു, ഞാൻ പ്രശ്നം പരിഹരിച്ച് രാജി പിൻവലിക്കാൻ തയ്യാറാണെന്ന് രാമലിംഗ റെഡ്ഡി പറയുന്നു. അങ്ങനെ ആദ്യം രാമലിംഗ റെഡ്ഡി കടന്നു വരുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ കോൺഗ്രസിന് തണലായി രാമലിംഗ റെഡ്ഡി കടന്നു വരുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള MTB നാഗരാജ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നു. അവിടെയാണ് DK ശിവകുമാറിന്റെ ആ വാക്കുകൾ ഉണ്ടായത്. നമ്മളൊക്കെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ കുടുംബത്തിനകത്ത് തന്നെ ആ പ്രശ്നങ്ങൾ തീരണം. ആ പ്രശ്നങ്ങളെ മറ്റുള്ളവർ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ നാഗരാജും മനം മാറ്റം വന്നുകൊണ്ട് പിന്തുണ നൽകാൻ തയ്യാറാണ്, രാജി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കടന്നു വരുന്നു. അങ്ങനെ 2 പേർ, 2 MLA-മാർ DK ശിവകുമാറിന്റെ ഇടപെടലിലൂടെ കടന്നു വരുമ്പോൾ കർണാടകയിൽ കോൺഗ്രസ് JDS സർക്കാരിന് പുതുജീവൻ ലഭിക്കുമ്പോൾ ഭരണം നിലനിർത്താൻ സാധ്യമാകുമോ? ഇനിയും ചില ആളുകൾ കടന്നു വരേണ്ടതുണ്ട്. സമയമുണ്ട്. DK ശിവകുമാർ കൃത്യമായ ഇടപെടൽ നടത്തുന്നു. സിദ്ധരാമയ്യ ഇടപെടൽ നടത്തുന്നു. HD ദേവഗൌഡ ഇടപെടൽ നടത്തുന്നു. മുഖ്യമന്ത്രി കുമാരസ്വാമി ഇടപെടൽ നടത്തുന്നു. അങ്ങനെ കർക്കശമായിട്ടുള്ള ചില തീരുമാനങ്ങൾ അടക്കം കൈക്കൊള്ളുന്നു. സ്പീക്കർ ആണെങ്കിൽ പോലും സർക്കാരിനെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ 15 വരെ സമയമുണ്ട്. എന്തും സംഭവിക്കാം. 2 പേർ ഇപ്പോൾ കടന്നു വന്നതുപോലെ ഇനി ആരൊക്കെ കടന്നു വരും? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.